ഒരുപാട് പേഷ്യൻസ് നമ്മുടെ അടുത്ത് ഡോക്ടറെ എനിക്ക് കൈയുടെ ഈ ഒരു ഭാഗത്ത് കൈയുടെ ഈ വിരലില് എല്ലാം പെയിൻ ആവുന്നു എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ കൈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് മരവിച്ച പോലെ തോന്നുന്നു, ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, ഈ കൈ കൊണ്ട് ഒരു പെൻ എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഷർട്ടിന്റെ കുക്ക് എടുക്കാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞു വരുന്നുണ്ട്. ഇതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കയ്യില് കാർപ്പൽ ബോൺസിന്റെ ഇടയിൽ ഈ കാർപ്പൽ ബോൺസ് എല്ലാം കൂടെ ചേർന്ന് ഒരു ടണൽ ഫോം ചെയ്യുന്നുണ്ട്. ആ കാർപ്പൽ ടണലിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മുടെ ബ്ലഡ് വെസൽസ് നെർവ്സ് എല്ലാം പാസ് ചെയ്യുന്നത്. ആ ടണലിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് സപ്ലൈ ചെയ്യുന്ന മീഡിയൻ നെർവ് പാസ് ചെയ്യുന്നതും ഈ കാർപ്പൽ ടണലിന്റെ ഉള്ളിൽ കൂടെയാണ്. സോ എപ്പോഴാണോ നമുക്ക് പെയിൻ ഭയങ്കരമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നംനെസ് വരുന്നത്, മരവിപ്പ് വരുന്നത്, അതിനർത്ഥം നമ്മുടെ മീഡിയൻ നെർവ് അവിടെ കംപ്രസ് ആയിട്ടുണ്ടെന്നാണ്. ഇത് കൂടുതലായിട്ടും തൈറോയ്ഡ് പേഷ്യൻസിൽ, മെയിൻ ആയിട്ട് ഹൈപ്പോ തൈറോയിഡിസം കണ്ടീഷനിൽ, അതുപോലെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കണ്ടീഷനിലെല്ലാം കാണും. അതുപോലെ നമ്മൾ IT പ്രൊഫഷനിലെല്ലാം നമ്മൾ ലാപ്ടോപ്പിലെല്ലാം വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കൈക്ക് കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോൾ സംടൈംസ് നമുക്ക് ഇവിടെ സ്വെല്ലിംഗ് പോലെ വന്ന് നമ്മുടെ ആ നെർവ് കംപ്രസ് ആവും. അത് കാരണമാണ് നമുക്ക് അവിടെ പെയിൻ വരുന്നത്. പലപ്പോഴും നമ്മൾ ഇത് നിസ്സാരമായിട്ട് വിടും. നമ്മൾ ഈ വേദന ഒരിക്കലും കണ്ടില്ല എന്ന് അടിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഈ വേദന പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കൈയുടെ ഇവിടെ സപ്ലൈ ചെയ്യുന്ന ആ നെർവ് നമ്മുടെ മസിൽസിനെ വീക്ക് ആക്കും. അത് വീക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ കൈ വെച്ച് പ്രോപ്പർ ആയിട്ട് മൂവ്മെന്റ്സ് കൊടുക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കില്ല. അപ്പൊ ഈ വേദന വരുമ്പോൾ തന്നെ ഇത് കുറയ്ക്കാനുള്ള ഒരു ഈസിയസ്റ്റ് ആയിട്ടുള്ള 3 എക്സസൈസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ഇതാണ്. കൈ ഇതാ ഇങ്ങനെ വെച്ച് പ്രോപ്പറായിട്ട് ഇതെല്ലാം ഫോൾഡ് ചെയ്ത് ഈ തള്ള വിരൽ ഇങ്ങനെ എടുക്കുക. സോ ഇങ്ങനെ പ്രോപ്പറായിട്ട് ഒരു 5 പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം. ഇതൊരു എക്സസൈസ്. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള വേറൊരു എക്സസൈസ് ആണ് ഇതാ കൈ ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഇതും ഒരു 5 കൗണ്ട്സ് ചെയ്യാം. പിന്നെ അടുത്തൊരു എക്സസൈസ് എന്ന് പറയുന്നത് കൈ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നന്നായി സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മുടെ ഈ കൈയുടെ ഭാഗം, റിസ്റ്റിന്റെ ഭാഗം ഇങ്ങനെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ ഒരു 1 മിനിറ്റ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം പതുക്കെ റിലീസ് ചെയ്യുക. പിന്നെ വീണ്ടും ചെയ്യുക. അങ്ങനെ ഒരു 5 പ്രാവശ്യം നമ്മളത് ചെയ്യുക. സോ ഡെയിലി ഒരു 5 ടൈംസ് 5 കൗണ്ട്സ് വെച്ച് ഈ എക്സസൈസ് എല്ലാം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പെയിൻ ഒരുവിധം കുറയും. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ആ പെയിൻ കുറയുന്നില്ലെങ്കിൽ നമുക്കൊരു അൾട്രാസൗണ്ട് സ്കാനോ അല്ലെങ്കിൽ ഒരു നെർവ് കണ്ടക്ഷൻ ടെസ്റ്റോ എടുത്ത് കറക്റ്റായിട്ട് അവിടെ എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിച്ച് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം. സോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക.